നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പക്ഷാഘാതം വന്ന് ചലനശേഷി നഷ്ടപ്പെട്ട ഒരാൾ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ എന്തോ ഒന്ന് ചെയ്ത് പതിയെ പതിയെ നടക്കാൻ തുടങ്ങുന്നു. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ സീനല്ല. വെർച്വൽ റിയാലിറ്റി മെഡിക്കൽ ലോകത്ത് കൊണ്ടുവരുന്ന ഒരു പുതിയ യാഥാർത്ഥ്യമാണിത്. പ്രത്യേകിച്ച് സ്ട്രോക്ക് റിക്കവറിയിൽ ഇതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പോവാണ്. 25%. എന്താണിതിനർത്ഥമെന്നറിയാമോ? സ്ട്രോക്ക് വന്നവരിൽ 4ൽ ഒരാൾക്ക് മാത്രമേ പൂർണ്ണമായി ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി 3 പേരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വെറുമൊരു കണക്കല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണിതിന് പിന്നിലുള്ളത്. അതായത് നിലവിലുള്ള നമ്മുടെ ചികിത്സാ രീതികൾ മാത്രം പോരാ എന്ന് വ്യക്തം. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യം. ഒരു വെർച്വൽ ലോകം, അതിന് യഥാർത്ഥ ലോകത്തിലെ ഇത്രയും വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റോ? നമ്മൾ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ കേൾക്കുന്നത് ഗെയിം കളിക്കാനും സിനിമ കാണാനും അല്ലേ? അതോ ഇത്രയും സീരിയസ് ആയ ഒരു മെഡിക്കൽ പ്രശ്നത്തിന് ഇതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? ശരി, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ടെക്നോളജി എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്താണ് AR, എന്താണ് VR? എന്തുകൊണ്ടാണ് ഡോക്ടർമാരും ഗവേഷകരും ഇതിൽ ഇത്രയധികം പ്രതീക്ഷ വയ്ക്കുന്നത്? ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫോണെടുത്ത് ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങളെ റൂമിൽ ഒരു പുതിയ സോഫ വെച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കില്ലേ? അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ AR. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ലോകത്തിലേക്ക് കുറച്ച് ഡിജിറ്റൽ കാര്യങ്ങൾ കൂടി ചേർക്കുന്നു. പക്ഷെ VR അങ്ങനെയല്ല. നിങ്ങളൊരു ഹെഡ്സെറ്റ് വെക്കുന്നു, പിന്നെ നിങ്ങൾ ഈ ലോകത്തെ അല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ബീച്ചിലായിരിക്കും, അല്ലെങ്കിൽ ബഹിരാകാശത്ത് എവിടെങ്കിലും ആയിരിക്കും. കംപ്ലീറ്റ് വേറൊരു ലോകം. അതാണ് വെർച്വൽ റിയാലിറ്റി. അപ്പോ ഇത് സ്ട്രോക്ക് ട്രീറ്റ്മെന്റിന് മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ, വേദന കുറയ്ക്കാൻ, പലതരം പേടികൾ മാറ്റിയെടുക്കാൻ, എന്തിനേറെ പറയുന്നു, ദൂരെയുള്ള രോഗികളെ വീട്ടിലിരുന്ന് ചികിത്സിക്കാൻ വരെ ഇന്ന് AR, VR ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. സ്ട്രോക്ക് വന്ന ഒരാളുടെ കാര്യത്തില് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? തലച്ചോറിനെ ഒന്ന് ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പറ്റിച്ച് എങ്ങനെയാണ് നഷ്ടപ്പെട്ട ചലനങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നത്? അതിന്റെ ഒരു സയൻസ് നമുക്ക് നോക്കാം. ഇതിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്കിനെ ബോഡി ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. സംഭവം സിമ്പിളാണ്. പണ്ടത്തെ മിറർ ബോക്സ് തെറാപ്പി പോലെ തന്നെ. ചലിപ്പിക്കാൻ പറ്റാത്ത കൈ ഒരു ബോക്സിൽ വെച്ച് മറക്കും, എന്നിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന കൈയുടെ പ്രതിബിംബം ഒരു കണ്ണാടിയിൽ കാണിക്കും. അപ്പൊ തലച്ചോറ് വിചാരിക്കും ആ തളർന്ന കൈയാണ് ചലിക്കുന്നതെന്ന്. VR ചെയ്യുന്നത് ഇതേ പണി കുറച്ചുകൂടി അടിപൊളിയായിട്ടാണ്. നിങ്ങളുടെ കൺമുന്നിൽ ഒരു വെർച്വൽ കൈ യാതൊരു കുഴപ്പമില്ലാതെ ചലിക്കുന്നത് കാണുമ്പോൾ ബ്രെയിൻ പതിയെ വിശ്വസിക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ സ്വന്തം കൈയാണെന്ന്. അങ്ങനെ പുതിയ ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് രോഗിയുടെ കൈയിൽ കുറച്ച് സെൻസറുകൾ വെക്കും. എന്നിട്ട് സ്ക്രീനിൽ ഒരു വെർച്വൽ മോഡൽ, ഒരു കൈ എന്ന് വെച്ചോളൂ. അത് പെർഫെക്റ്റ് ആയിട്ടൊരു മൂവ്മെന്റ് കാണിക്കും. ഇനി രോഗി അത് അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അവരുടെ വെർച്വൽ കൈ ആ മോഡലിന്റെ മുകളിൽ വരും. ലക്ഷ്യം ഇത്രേ ഉള്ളൂ, ആ മോഡലും രോഗിയുടെ കൈയും ഒരേപോലെ ഒരുമിച്ച് ചലിപ്പിക്കാം. ഇത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ തലച്ചോറ് ആ ചലനം പതിയെ പതിയെ പഠിച്ചെടുക്കും. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ അസ്ലി കാര്യം ഇതാണ്. ഇത് ശരിക്കും വർക്ക് ചെയ്യോ? അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഫിസിയോതെറാപ്പിയേക്കാൾ ബെറ്റർ ആണോ ഇത്? വെറുതെ പറയുന്നതാണോ? നമുക്ക് കണക്കുകൾ നോക്കാം. ഇത് വെറുമൊരു സ്റ്റഡിയല്ല, ഒരുപാട് പഠനങ്ങളെ ഒരുമിച്ച് ചേർത്ത് വിശകലനം ചെയ്യുന്ന ഒന്നാണ്. അതിനെ മെറ്റാ അനാലിസിസ് എന്ന് പറയും. അപ്പൊ അതിന്റെ റിസൾട്ട് വളരെ ക്ലിയറാണ്. 3 പ്രധാന കാര്യങ്ങളിൽ VR തെറാപ്പി പഴയ രീതികളേക്കാൾ ഒരുപാട് മുന്നിലാണ്. 1, ചലനശേഷി വീണ്ടെടുക്കുന്ന കാര്യത്തിൽ. 2, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിൽ. 3, കൈവിരലുകളുടെയൊക്കെ സൂക്ഷ്മമായ ചലനങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിൽ. എല്ലാത്തിലും VR ആണ് ജയിച്ചത്. ഈ ഗ്രാഫിലേക്കൊന്ന് നോക്കിക്കേ. ഈ MFA സ്കോർ എന്ന് പറയുന്നത് സ്ട്രോക്കിന് ശേഷം ചലനശേഷി എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് അളക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. ഇവിടെ വ്യക്തമായി കാണാം VR തെറാപ്പി ചെയ്തവരുടെ സ്കോർ, അതായത് ആ വലിയ ബാറ് സാധാരണ തെറാപ്പി ചെയ്തവരെക്കാൾ എത്രയോ മുകളിലാണ്. ഇതൊരു ചെറിയ വ്യത്യാസമല്ല, ഒരു രോഗിയുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റമുണ്ടാക്കും. അപ്പോ ഇത്ര കൃത്യമായിട്ട് ഈ പുരോഗതി എങ്ങനെയാണ് ഇവർ അളക്കുന്നത് എന്നല്ലേ? അതിനും വഴിയുണ്ട്. വെർച്വൽ റിയാലിറ്റിയിൽ ഒരു വട്ടം വരയ്ക്കാൻ പറയും, അത്രയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ആ ചലനത്തിന്റെ ഓരോ ചെറിയ അംശവും, അതിന്റെ സ്പീഡ്, കൃത്യത എല്ലാം കമ്പ്യൂട്ടറിന് രേഖപ്പെടുത്താൻ പറ്റും. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ചെറിയ മെച്ചപ്പെടലുകൾ പോലും ഈ ഡേറ്റ നോക്കിയാൽ മനസ്സിലാവും.
ശരി, അപ്പോൾ ഇത് ലാബിലൊക്കെ വിജയകരമാണെന്ന് മനസ്സിലായി. പക്ഷേ അവിടെ നിന്നും സാധാരണക്കാരായ നമ്മുടെയൊക്കെ വീടുകളിലേക്ക്, ലിവിംഗ് റൂമിലേക്ക് ഈ ടെക്നോളജി എങ്ങനെയാണ് എത്തുന്നത്? ആ ഒരു യാത്ര നമുക്ക് നോക്കാം. ഏതൊരു മെഡിക്കൽ ടെക്നോളജിക്കും ഏറ്റവും പ്രധാനം ഗവൺമെന്റ് ഏജൻസികളുടെ അംഗീകാരമാണ്, അല്ലേ? ഇവിടെയാണ് FDA-യുടെ റോൾ വരുന്നത്. 2018-ൽ സർജറി പ്ലാൻ ചെയ്യാൻ ഒരു ചെറിയ തുടക്കം, പിന്നെ 2021-ൽ വേദന കുറയ്ക്കാൻ, 2023-ൽ ഫിസിക്കൽ തെറാപ്പിക്ക്. കണ്ടില്ലേ ആ വേഗത? ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇത് വെറുമൊരു പരീക്ഷണമായിട്ടല്ല, ശരിക്കുമുള്ളൊരു ചികിത്സാ മാർഗമായി ലോകം അംഗീകരിച്ചു തുടങ്ങിയെന്നാണ്. ഈ സാധ്യത കണ്ടതോടെ ഒരുപാട് പുതിയ കമ്പനികൾ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. XR ഹെൽത്ത് പോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നതെന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. അവർ വെർച്വൽ ക്ലിനിക്കുകൾ ഉണ്ടാക്കുകയാണ്. അതായത് രോഗികൾക്ക് ആവശ്യമുള്ള VR ഹെഡ്സെറ്റ് അവർ വീട്ടിലേക്ക് കൊറിയർ അയച്ചു തരും. പിന്നെ ആശുപത്രിയിലൊന്നും പോവണ്ട, സ്വന്തം വീടിന്റെ സ്വാധീനതയിലിരുന്ന് ഏറ്റവും പുതിയ തെറാപ്പി ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ മാറ്റമല്ലേ? ഇതൊക്കെ നടക്കാനൊരു പ്രധാന കാരണമുണ്ട്: വില. പണ്ട് ലക്ഷങ്ങൾ കൊടുക്കേണ്ടിയിരുന്ന ഈ ടെക്നോളജി ഇന്ന് വെറും $300-700 കിട്ടും. അതായത് ഒരു സാധാരണ സ്മാർട്ട്ഫോണിന്റെ വില. അപ്പോ വീട്ടിലിരുന്ന ചികിത്സ എന്നതൊക്കെ പണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ഇന്നതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണോ? അല്ല, കുറച്ചു വെല്ലുവിളികളും ഇതിന്റെ മുന്നിലുണ്ട്. ഈ ടെക്നോളജി എല്ലാവരിലേക്കും എത്തുന്നതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ പ്രശ്നം സൈബർ സിക്നസ് ആണ്. ചിലർക്ക് ഈ വെർച്വൽ ലോകത്ത് കയറുമ്പോൾ ഒരു തലകറക്കവും മനംപുരട്ടലുമൊക്കെ വരാം. പിന്നെ ഈ ഹെഡ്സെറ്റ് കുറേ നേരം തലയിൽ വെച്ചാൽ കഴുത്തിന് വേദന വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രൈവസിയാണ്. നമ്മുടെ അസുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഓൺലൈനായി കൈമാറുമ്പോൾ അതെത്രത്തോളം സുരക്ഷിതമായിരിക്കും? അതും ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു വശത്ത് വെച്ചാൽ മറുവശത്തുള്ള ഗുണങ്ങൾ അതിലും എത്രയോ വലുതാണ്. ആലോചിച്ചു നോക്കൂ, ദൂരെയുള്ള ഗ്രാമങ്ങളിലുള്ളവർക്കും സിറ്റിയിലുള്ള അതേ ട്രീറ്റ്മെന്റ് കിട്ടും. രോഗികൾക്ക് സ്വന്തം ചികിത്സയിൽ കൂടുതൽ ആക്റ്റീവാകാൻ പറ്റും. തങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുന്നുണ്ടെന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് വളരെ വലുതാണ്. ചുരുക്കി പറഞ്ഞാൽ ഹെൽത്ത് കെയറിനെ കൂടുതൽ ജനാധിപത്യപരമാക്കാൻ ഇതിന് കഴിയും. ഈ രംഗത്തെ ഒരു പ്രധാന കമ്പനിയുടെ CEO പറയുന്ന ഒരു കാര്യമാണിത്. അതായത് ടെക്നോളജി എത്രയൊക്കെ വളർന്നാലും ആ ഡോക്ടറുടെയോ തെറാപ്പിസ്റ്റിന്റെയോ സ്ഥാനത്തെ അത് മറികടക്കുന്നില്ല. ടെക്നോളജി ഒരു ടൂൾ മാത്രമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാൻ ആ മനുഷ്യന്റെ വൈദഗ്ധ്യം ഇന്നും വേണം. അത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത ലെവൽ എന്താണെന്നറിയാമോ? ഈ വെർച്വൽ റിയാലിറ്റിയുടെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ രോഗിക്കും വേണ്ടി പ്രത്യേകം ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്ന, നിങ്ങളുടെ ഓരോ ചലനവും കണ്ടുപഠിച്ച് അപ്പോൾ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു AI തെറപ്പിസ്റ്റ്. അതാണിനി വരാൻ പോകുന്നത്. അപ്പോ അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണ് എത്തുന്നത്. ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിയുടെ ആവശ്യം വന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നതൊരു മനുഷ്യനായിരിക്കുമോ, അതോ നിങ്ങൾ തലയിൽ വെക്കുന്ന ഒരു ഹെഡ്സെറ്റിലുള്ള AI-നെ ആയിരിക്കുമോ? ടെക്നോളജിയും മനുഷ്യരും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുമ്പോൾ നമ്മുടെയൊക്കെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയായിരിക്കും? അതൊരു വലിയ ചോദ്യമാണല്ലേ?